Hello students, welcome to another class of business management. In this video, we are discussing about School of Management thought. The various approaches to the study of management as put forward by specialists from disciplines have come to be called the School of Management thought. So it is the approaches of various management experts or specialists to the study of management. മാനേജ്മെന്റ് എന്ന പഠനശാഖയെ വ്യത്യസ്ത മാനേജ്മെന്റ് എക്സ്പേർട്സ് എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ ഓർ ട്രഡീഷണൽ സ്കൂൾ. Main contributors to this school of thought are Henry Fayol, Lyndall Urwick, Harold Kuhns, etc. According to this, study of management should be done by focusing the process, that is functions it follows. So here importance is given to the functions of management. Main functions like planning, organizing, directing and controlling are the core of the management. ഈ മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ അനുസരിച്ചിട്ട് മാനേജ്മെന്റ് അതിൻ്റെ ഫങ്ഷനിലൂടെ പഠിക്കുക എന്നാണ് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഫങ്ഷനിലൂടെ മാനേജ്മെൻറ്റ് പഠിക്കുക എന്നാണ് ഈ സ്കൂൾ ഓഫ് തോട്ടിലൂടെ പറയുന്നത്. ദിസ് സ്കൂൾ ഹാസ് ഡെവലപ്ഡ് സം യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. വി നോ പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ. ഹി ഈസ് ഓൾസോ വൺ ഓഫ് ദി മെയിൻ കോൺട്രിബ്യൂട്ടർ ടു ദിസ് സ്കൂൾ ഓഫ് തോട്ട്. അപ്പോൾ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിളൊക്കെ നമുക്കറിയാം. അതൊക്കെ ഈ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. The main defect of this school is that it fails to address current problems of management. Current problems, ഇപ്പോഴുള്ള പ്രോബ്ലംസ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ഒരിക്കലും പറയുന്നില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്താണ് ഈ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ഈ ഫങ്ഷൻസ് ഒക്കെ. അപ്പോൾ ഇപ്പോൾ മാനേജ്മെൻറ്റിലുള്ള പ്രോബ്ലംസ് എന്താണ് ഈ സ്കൂൾ ഓഫ് തോട്ടിലൂടെ പറയാൻ സാധിക്കുന്നില്ല. അതാണ് ഈ മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം. Second one is empirical school. The main contributors of this school of thought are Harvard Business School and Ernest Dale. According to this school, management is the study of experience of managers in the past. Here, experience is the base guide to the knowledge. ഈ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ചിട്ട് മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസ് പഠിക്കുന്നതിലൂടെ മാനേജ്മെൻറ്റ് പഠിക്കുക എന്നാണ് പറയുന്നത്. ഹിയർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് ഈച്ച് മാനേജർ ഈസ് സ്റ്റഡീഡ്. The main technique suggested by this school is case study method. Case study means a detailed study about a particular activity or a situation. ഒരു detailed study of both the success and failures of managers. സക്സസ് മാത്രമല്ല, അവിടെ ഫെയിലിയർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ചിട്ട് നടത്തും. There is no need for new strategy or new effort for a new manager in similar situation. അപ്പോൾ നമ്മൾ ഈ കേസ് സ്റ്റഡിയിൽ പഠിച്ച അതേ സിറ്റുവേഷൻസ് വീണ്ടും ഒരു മാനേജർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ മാനേജർ പുതിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു എഫേർട്ടും എടുക്കേണ്ട കാര്യമില്ല. മുൻപ് സക്സസ് ആയ ടൂള് അല്ലെങ്കിൽ ആ ടെക്നിക്ക് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ മതിയാവും. ഇറ്റ് കിൽസ് ദി ഇനിഷ്യേറ്റീവ് ഓഫ് മാനേജർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ്, അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ വേണം. പക്ഷേ ഇവിടെ നമ്മൾ സിമിലർ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാനേജർക്ക് സ്വന്തമായിട്ട് അവിടെ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. തേർഡ് വൺ ഈസ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ. Elton Mayo, Abraham H. Maslow and MacGregor are main contributors to this school of thought. According to this school, management is the study of behavior of the people at work, which means employees of the organization. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ പറയുന്നത്. Motivation, leadership, communication, participative management and group dynamics are the essential elements of human behavior approach. So ഇതിലെ essential elements എന്ന് പറയുന്നത് motivation, motivate people to work hard in the organization. Then leadership, maintain a leader follower relationship between manager and employees. Then communication, effective communication of organization related matters to employees. Then participative management, participation of employees in decision making and group dynamics.
is the study of behavior of different persons or different employees within the group. The essential elements ഇതൊക്കെയാണ് ഈ ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. Too much emphasis on the people leaving other factors aside is the main limitation of this school of thought. It emphasizes more on human resources compared to other resources in the organization. ഹ്യൂമൻ റിസോഴ്സിന് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ബാക്കിയുള്ള റിസോഴ്സസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഫിനാൻഷ്യൽ റിസോഴ്സസും പ്രൊഡക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അതൊന്നും കൺസിഡർ ചെയ്യാത്തതാണ് ഈ ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ. ചെസ്റ്റർ ബെർണാഡ് ഈസ് ദി ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ. Max Weber, Francis Leggett are the other contributors of this school. According to this school of thought, an organization is social system consisting various groups of people. ഈ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻ എ സോഷ്യൽ സിസ്റ്റം ദർ ഈസ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് ഫ്രണ്ട്സ്, ഫാമിലീസ്, നെയ്ബേഴ്സ് എക്സെട്ര. സോ പല തരത്തിലുള്ള ഗ്രൂപ്പ്സ് ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാവും. The existence of informal relationships give rise to informal organization was emphasized by this school of thought. സോ ഇങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പ്സ് തമ്മിൽ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ധാരാളം ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറും. The main task of management lies in harmonizing and integrating the organizational goals and group goals. സോ ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ ഈസ് ഓർഗനൈസേഷൻ ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഓർഗനൈസേഷൻ ഉണ്ടാവും. ദെൻ ഗ്രൂപ്പ് ഗോൾസ്, ആ ഇൻഫോർമൽ ഗ്രൂപ്പ്സിന് അവരുടേതായ ചില ഗോൾസ് ഉണ്ടാവും. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർഗനൈസേഷൻ ഗോൾസും ഗ്രൂപ്പ് ഗോൾസും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക എന്നതാണ് ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ടാസ്ക്. This school fails to note that social forces outside the enterprise are also responsible for conflict between various groups working in an organization. സോ ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഓർഗനൈസേഷന് പുറത്തും അവർ വ്യത്യസ്ത ഗ്രൂപ്പ്സിലെ മെമ്പർ ആയിരിക്കും. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ദി ഡിസിഷൻ തിയറി സ്കൂൾ. Main contributors to this school of thought are Peter F. Drucker and Herbert Simon. This school of thought emphasizes on the decision-making role of a manager. According to Peter F. Drucker, whatever manager does through making decisions. So, as per this school of thought, a manager is essentially a decision maker. ഇവിടെ ഒരു മാനേജറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജർ നല്ല ഡിസിഷൻസ് എടുക്കുക എന്നാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ചിട്ട് പറയുന്നത്. ദി സക്സസ് ഓഫ് എ മാനേജർ ഈസ് ജഡ്ജഡ് ബൈ ഹിസ് എബിലിറ്റി ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ് അറ്റ് റൈറ്റ് ടൈം. There is various alternative decisions are available to a manager, so he has to choose the best one from his knowledge and experience. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ധാരാളം ചോയ്സസ് ഒരു മാനേജർക്ക് ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക, അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ആ റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള, അതും റൈറ്റ് ടൈമിൽ കൃത്യമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ മാനേജറിൻ്റെ എബിലിറ്റീനെയാണ് ആ മാനേജറിൻ്റെ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. There are many other tasks to be performed by a manager and those not highlighted by this school of management. അപ്പോൾ ഈ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദർ ഈസ് മെനി അതർ ടാസ്ക്, ധാരാളം മറ്റ് ടാസ്കുകൾ മാനേജർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ പറയുന്നില്ല. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് ദി മാത്തമാറ്റിക്കൽ സ്കൂൾ. The main contributors to this school of thought are Joel Dean, Newman, Higgs, etc. According to this school, management is concerned with problem solving. It must use mathematical tools or techniques for solving managerial problems. So, in an organization, there is a lot of problems. So, ഓർഗനൈസേഷനിൽ ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. For solving that problems, it must use mathematical tools and techniques. ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ മാത്തമാറ്റിക്കൽ ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്യുന്നതാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിമിംഗ് തിയറി, സിമുലേഷൻ ആൻഡ് മോഡൽ ബിൽഡിംഗ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്.
സോ ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് ഒക്കെയാണിത്. Many managerial problems are not exactly quantifiable, so it is not applicable to such problems. സോ ഒരു ഓർഗനൈസേഷനിലുള്ള കുറേ പ്രോബ്ലംസ് ക്വാണ്ടിഫയബിൾ അല്ല, ബിക്കോസ് ഇറ്റ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, ദി ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. സോ ദാറ്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ആർ നോട്ട് മെഷറബിൾ, സോ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. സോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹ്യൂമൻ എംപ്ലോയീസിൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഈ മാത്തമാറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ലിമിറ്റേഷൻ. Next one is the systems approach. The main contributors are Kenneth, Boulding, Johnson and C.W. Churchman. According to this school, management is a system made up of a number of subsystems and an integrated approach is needed to solving managerial problems. So as per this approach, management is considered as a system. ഒരു system എന്ന് പറഞ്ഞാൽ there is a lot of subsystems. In management, there is financial management, marketing management, human resource management, production management, etc. അങ്ങനെ ധാരാളം സബ് സിസ്റ്റംസ് മാനേജ്മെൻറ്റിനുണ്ട്. ആൻഡ് ആൻ ഇൻറ്റഗ്രേറ്റ് അപ്രോച്ച് ഈസ് നീഡഡ് ടു സോൾവിങ് മാനേജീരിയൽ പ്രോബ്ലംസ്. അപ്പോൾ ഈ മാനേജീരിയൽ പ്രോബ്ലംസ്, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരു ഇൻറ്റഗ്രേറ്റ് അപ്രോച്ച് വേണം. നമ്മൾ ആ മാനേജ്മെൻറ്റ് എന്നതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൻ്റെ സബ് സിസ്റ്റം ആയിട്ട് വരുന്നത് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. മൊത്തത്തിൽ മാനേജ്മെൻറ്റ് എങ്ങനെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം, അതിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. It renders the work of manager is more complicated and time consuming. സോ ഇങ്ങനെ മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓരോ സബ് സിസ്റ്റത്തിലും ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ മാനേജേഴ്സിൻ്റെ വർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ്, അതിന് ധാരാളം ടൈമും വേണ്ടി വരും. Last one is the contingency approach school. It is also known as situational school of management thought. The school was developed by John Woodward, Fielder, Pierre Lawrence, etc. According to this school, management problems are different under different situations. There is no one best way of management under all situations. Different situation demands different solutions. ഈ ഒരു അപ്രോച്ച് അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ there is no one best way. ഒരൊറ്റ നല്ല മാർഗം എന്ന് പറയുന്നത് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുണ്ടാവില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വ്യത്യസ്ത സൊല്യൂഷൻ തന്നെ വേണ്ടി വരും. It lacks a theoretical base and it is time consuming. സോ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ there is no theoretical base. ഓരോ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല. പല സിറ്റുവേഷൻസിന് പല സൊല്യൂഷൻസ് വേണമെന്ന് മാത്രമേ ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. സോ ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കേണ്ടി വരും. കാരണം നമുക്ക് തിയററ്റിക്കൽ ബേസ് ഒന്നുമില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ അത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ അതുകൊണ്ട് ഈ സ്കൂൾ ഓഫ് തോട്ട് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സുമാണ്.